കഥ ആരംഭിക്കുന്നത് തന്റെ കുഞ്ഞിനെ തനിച്ചു വളർത്തേണ്ടി വന്ന വിഭാര്യനായ ഒരു വ്യക്തിയിൽ നിന്നുമാണ്. മാൻസിക് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. ഒറ്റയ്ക്ക് മകളെ വളർത്തുന്നത് കൊണ്ട് തന്നെ തന്റെ ചുമലിലെത്തുന്ന ഓരോ ഉത്തരവാദിത്വവും തീരുമാനവും അദ്ദേഹത്തിൽ വലിയ ഭാരം തന്നെ തീർത്തിരുന്നു. തന്റെ മകൾ സുരക്ഷിതയാണെന്ന് ഉറപ്പാക്കാൻ കഠിനാധ്വാനം ചെയ്യുന്ന മാൻസിക് ജീവിതത്തിൽ മുന്നോട്ട് പോരടിച്ചുകൊണ്ടേയിരുന്നു. ഒരു ഘട്ടത്തിൽ തന്റെ മകളെ സ്കൂളിൽ ചേർക്കണമെങ്കിൽ, കിൻഡർ ഗാർഡനിൽ ചേർക്കണമെങ്കിൽ മകളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് തയ്യാറാക്കണം എന്നൊരു പ്രതിസന്ധി അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് എത്തി. ആ ഘട്ടത്തിലാണ് തന്റെ മകൾക്ക് വേണ്ടി അമ്മയായി അഭിനയിക്കാൻ പറ്റിയ ഒരാളെ അദ്ദേഹം അന്വേഷിക്കാൻ തുടങ്ങിയത്. അതിനുവേണ്ടി ഒരു ഏജന്റിന്റെ അടുത്തേക്കും മാൻസിക് എത്തിച്ചേർന്നു. വിയറ്റ്നാമിൽ നിന്നുള്ള ഒരു സ്ത്രീയെ വാടകയ്ക്കെടുക്കാനായിരുന്നു മാൻസിക്കിന്റെ പദ്ധതി. ഒരു ഏജന്റ് ഒരു സ്ത്രീയുടെ ഫോട്ടോ മാൻസിക്കിനെ കാണിച്ചു കൊടുത്തു. എന്നിട്ട് ഈ സ്ത്രീ പറ്റുമോ എന്ന് ചോദിച്ചു. ഏജന്റിനതിൽ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നില്ല. കാരണം ഫോട്ടോയിൽ കാണുന്ന സ്ത്രീ തന്റെ അമ്മയാണെന്ന് ആ കുട്ടി വിശ്വസിക്കില്ല എന്നായിരുന്നു അയാളുടെ ഭയം. പക്ഷേ മാൻസിക് പറഞ്ഞു, എന്റെ മകൾ ഏന ഇന്നുവരെ അവളുടെ അമ്മയെ കണ്ടിട്ടില്ല. അമ്മ വിയറ്റ്നാമിൽ എവിടെയോ ജോലി ചെയ്യുകയാണ് എന്നാ ഞാൻ അവളോട് കള്ളം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അമ്മയാണെന്ന് പറഞ്ഞ് ഞാൻ ആരെ കാണിച്ചാലും അവളത് വിശ്വസിക്കും. ഫോട്ടോയിലെ സ്ത്രീ അവളുടെ അമ്മയായി കാണപ്പെടാൻ അത്ര അനുയോജ്യമൊന്നുമല്ല എന്ന് തോന്നിയിട്ടും അതുവരെ അന്വേഷിച്ച് മറ്റാരെയും കിട്ടാത്തത് കൊണ്ട് തന്നെ ആ സ്ത്രീയെ ഉറപ്പിക്കാൻ മാൻസിക് തീരുമാനിച്ചു. അവിടെ നിന്നിറങ്ങുമ്പോൾ അസാധാരണമായ ഒരു ബഹളം അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഒരു സ്ത്രീയെ ഒരാൾ ഓടിച്ചിടുകയാണ്. അവളാണെങ്കിൽ വേശ്യാലയത്തിൽ ജോലി ചെയ്യുന്നവളായിരുന്നു. ആ ജീവിതം മടുത്തതുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ അവൾ ശ്രമിക്കുന്നുമുണ്ടായിരുന്നു. പ്രശ്നം കണ്ടതും മാൻസിക് അതിൽ ഇടപെട്ടു. ആ സ്ത്രീയെ ഉപദ്രവിക്കാൻ ശ്രമിച്ച മനുഷ്യനെ അതിലിടപെട്ട് തടയാൻ ശ്രമിച്ചു. പക്ഷെ അയാൾ അടങ്ങി നിൽക്കുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ മാൻസിക്കിന് കൈ ഉയർത്തേണ്ടി വന്നു. ആ മനുഷ്യനെ മർദ്ദിച്ചു. അയാൾ അതോടെ പിൻവാങ്ങിപ്പോയി. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ആ പ്രദേശത്തെ അറിയപ്പെടുന്ന ഒരു വേശ്യാലയം നടത്തുന്ന മേഡം എന്ന് വിളിക്കപ്പെടുന്ന സ്ത്രീ അങ്ങോട്ടേക്ക് എത്തി. അവർക്ക് മാൻസിക്കിന് മുമ്പേ പരിചയമുണ്ട്. മേഡം മാൻസിക്കിനോട് വിശദീകരിച്ചു, നീ എന്ത് പണിയാ കാണിച്ചത്? നീ എന്തിനാ അയാളെ ഇടിച്ചത്? ഇവൾ അയാൾക്ക് പണം കൊടുക്കാനുണ്ടായിരുന്നു. ഇവൾ ഓടിപ്പോവാൻ നോക്കിയപ്പോ അയാൾ ഇവളെ പിന്തുടർന്നതാണ്. ഉടൻ മാൻസിക് പറഞ്ഞു, എന്തേലും പ്രശ്നമുണ്ടെങ്കിൽ പോലീസിൽ അറിയിക്കുകയാ വേണ്ടത്, അല്ലാതെ അതിക്രമം കാട്ടുകയല്ല. അതും പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരെ. ശാന്തമായി മറുപടി കൊടുത്ത് താൻ ചെയ്തത് തെറ്റാണെങ്കിൽ തന്നെയും പോലീസിൽ വിളിച്ചേൽപ്പിക്കാം എന്ന് പറഞ്ഞ് അയാൾ അവിടുന്ന് നടന്നു നീങ്ങി. ഇതേ സമയം മാൻസിക് രക്ഷപ്പെടുത്തിയ ആ സ്ത്രീ അവനെ നോക്കുന്നുണ്ടായിരുന്നു. മാൻസിക് നേരെ പോയത് അടുത്തുള്ള ഒരു സലൂണിലേക്കാണ്. അവിടെ മകളെ മുടിവെട്ടാനായി മാൻസിക് ആക്കിയിരുന്നു. മുടിവെട്ടി കഴിഞ്ഞിരുന്ന അവൾ മാൻസിക്കിനെ കണ്ടതും സന്തോഷത്തോടെ ഓടി വന്നു. അവളുടെ മുഖം അവൾ മാൻസിക്കിനെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്ന് വിളിച്ചോതുന്നുണ്ടായിരുന്നു. വീട്ടിലേക്കുള്ള യാത്രയിൽ മകൾ മാൻസിക്കിനോട് സംസാരിച്ചു. അമ്മ എപ്പോഴാ മടങ്ങി വരിക? അമ്മയ്ക്ക് ശരിക്കും എന്നെ ഇഷ്ടമാണോ എന്ന് ഞാൻ ചോദിച്ചുകൊണ്ടേയിരുന്നു. മാൻസിക് പറയുന്ന ഓരോ മറുപടിയും കള്ളമായിരുന്നെങ്കിലും അത് അവളുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഒരു ദിവസം അമ്മ വരുമെന്നും അന്നവൾക്ക് സ്കൂളിൽ ചേരാനാകും എന്നും അയാൾ അവൾക്ക് പ്രതീക്ഷ നൽകി. ആ ചെറിയ പ്രതീക്ഷയിലായിരുന്നു അവരുടെ ജീവിതം അപ്പോൾ മുമ്പോട്ടേക്ക് പോകുന്നതും. അന്ന് രാത്രി മാൻസിക് തന്റെ ജ്യേഷ്ഠനായ ചാൻസുവിനെ കാണാൻ ചെന്നു. അദ്ദേഹത്തോട് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ചാൻസ് ചോദിച്ചു, ഇങ്ങനെ വിവാഹരേഖയും മോളുടെ ബർത്ത് സർട്ടിഫിക്കറ്റും ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഒരു വിവാഹം കഴിക്കുന്നത് ശരിയാണോ? ചാൻസ് തിരക്കി. മാൻസിക് പറഞ്ഞു, എന്താണെങ്കിലും വേണ്ടില്ല, എന്റെ മകൾ സന്തോഷത്തിലാകണം. പേപ്പറിൽ മാത്രമുള്ളൊരു വിവാഹം, അതുപയോഗിച്ച് മകളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് തയ്യാറാക്കുക. ഇത് മാത്രമാണ് ഇപ്പോൾ എന്റെ ലക്ഷ്യം. 20 ലക്ഷം വോണാണ് അതിന് തയ്യാറായി വരുന്ന സ്ത്രീക്ക് മാൻസിക് പ്രതിഫലം നൽകാൻ ഉദ്ദേശിക്കുന്നത്. അത് കേട്ടതും ചാൻസുവിന്റെ ഭാര്യയ്ക്ക് ദേഷ്യം വന്നു. എന്തിനാ ഇത്രയും കടന്ന കൈയൊക്കെ ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ ഒരു വിവാഹം കഴിച്ച് കൂടെ കൂട്ടിയ ഈ പ്രശ്നമൊക്കെ ഒറ്റയടിക്ക് തീരില്ലേ എന്നവർ ചോദിച്ചു. മാൻസിക് ഒന്നും പ്രതികരിച്ചില്ല. മറുവശത്ത് നേരത്തെ നടന്ന സംഭവത്തിലെ ഓടിപ്പോയ പെൺകുട്ടിയായ മീഹി എന്ന ആ സ്ത്രീയെ മേഡം ശകാരിക്കുകയായിരുന്നു. ഇതിനിടയിൽ അവർ മാൻസിക്കിനെ കുറിച്ച് സംസാരിച്ചു. നാട്ടിൽ എല്ലാവരും ബഹുമാനിക്കുന്ന ഒരാളാണ് മാൻസിക്. മാൻസിക്കിനെ തനിക്ക് പേടിയാണ്. ദരിദ്രനാണെങ്കിലും അയാൾ എല്ലാവരോടും ദയ കാണിക്കാറ്, എല്ലാവരെയും സഹായിക്കാറുമുണ്ട്. പണമൊന്നുമില്ലെങ്കിൽ എങ്ങനെയാ മറ്റുള്ളവരോട് ഇത്ര കരുണ കാണിക്കുന്നത്, മറ്റുള്ളവരെ സഹായിക്കുന്നത്, മറ്റുള്ളവരുടെ ബഹുമാനമൊക്കെ ഇങ്ങനെ കിട്ടുന്നത്? അത് കേട്ട് മീഹിക്ക് അതിശയം തോന്നിയിരുന്നു. അടുത്ത ദിവസം രാവിലെ മാൻസിക് തന്റെ വീട്ടിലായിരുന്നു. ചെറിയൊരു വീടാണ്. മകളോടും ഡോങ്കി എന്ന വളർത്തുപന്നിക്കും ഒപ്പമാണ് മാൻസിക് ജീവിക്കുന്നത്. അദ്ദേഹത്തിന്റെ ദിവസം പതിവ് പോലെ ആരംഭിച്ചു. ഏന കളിക്കാൻ പുറത്തേക്ക് പോയ സമയത്ത് മേഹി മാൻസിക്കിന്റെ വീട്ടിലേക്ക് വന്നു. കഴിഞ്ഞ ദിവസം താൻ കാരണം മാൻസിക്കിന് നേരിട്ട ബുദ്ധിമുട്ടിൽ അദ്ദേഹത്തോട് ക്ഷമ ചോദിക്കാനെന്ന് പറഞ്ഞാണ് അവളുടെ വരവ്. ഈ സമയം കളിക്കാനിറങ്ങിയ ഏനയെ അവളുടെ ബന്ധുവായ മിനോൺ വല്ലാതെ കളിയാക്കി. അവളുടെ അച്ഛൻ കള്ളനാണെന്നും അവളുടെ അമ്മയെപ്പറ്റി അവളോട് നുണ പറയുക
ചെയ്യുകയാണ് എന്നുമൊക്കെയായിരുന്നു മിനൂൺ പറഞ്ഞത്. പക്ഷേ തങ്ങളുടെ കുടുംബം വലിയ പണക്കാരാണെന്ന് ഏന അഭിമാനത്തോടെ പറയുന്നുണ്ടായിരുന്നു. അമ്മ പുറത്ത് പണിക്ക് പോയിരിക്കുകയാണെന്നും തിരിച്ചു വരുമെന്നും അവൾ കൂട്ടിച്ചേർത്തു. ഇതേ സമയം മറുവശത്ത് വീട്ടിലുണ്ടായിരുന്ന മാൻസിക്കിന് ചാൻസുവിന്റെ ഫോൺ വന്നു. വിയറ്റ്നാം യുവതി കരാറിൽ നിന്ന് പിന്മാറിയെന്നും ഏനയുടെ അമ്മയായി അവൾക്ക് അഭിനയിക്കാൻ താല്പര്യമില്ല എന്നുമാണ് പറഞ്ഞത് എന്നും അദ്ദേഹം മാൻസിക്കിനെ അറിയിച്ചു. അത് മാൻസിക്കിൽ വല്ലാത്ത ദുഃഖം തന്നെ തീർത്തിരുന്നു. കാരണം സ്കൂൾ രജിസ്ട്രേഷൻ അടുത്തു വരികയാണ്. വിവാഹരേഖകളില്ലാതെ ജനന സർട്ടിഫിക്കറ്റ് ശരിയാക്കാൻ പറ്റില്ല. മകളുടെ ആഗ്രഹം നടക്കില്ലല്ലോ എന്നോർത്തപ്പോൾ അദ്ദേഹം ദുഃഖിതനായി. മാൻസിക്കിന്റെ മുഖം മീഹി നോക്കിക്കണ്ടിരുന്നു. എന്തുകൊണ്ടാണ് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മുഖം മാറിയത്, അദ്ദേഹം നിരാശനായത് എന്ന് ചിന്തിച്ച മിഹി എന്താ സംഭവിച്ചതെന്ന് മാൻസിക്കിനോട് ചോദിച്ചുകൊണ്ടേയിരുന്നു. ഇതിനിടയിൽ അദ്ദേഹത്തെ ഒന്ന് സമാധാനിപ്പിക്കാനും കളിയായും അവൾ അയാളുടെ കൈകളിൽ പിടിച്ചു. മാൻസിക്കിനെ അത് കൂടുതൽ പരിഭ്രമത്തിലാക്കുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് അങ്ങോട്ടേക്ക് ഏന വീട്ടിലേക്ക് എത്തുന്നത്. തന്റെ പിതാവ് മിഹിയോടത്ര ചേർന്ന് നിൽക്കുന്നത് കണ്ടതും അത് തന്റെ അമ്മയാണെന്ന് അവളങ്ങ് തെറ്റിദ്ധരിച്ചു. അവളുടെ അമ്മ മടങ്ങി വന്നു എന്ന് ചിന്തിച്ച് അവൾ മിഹിയുടെ അടുത്തേക്ക് ഓടിയെത്തി. മിഹിയെ അങ്ങ് കെട്ടിപ്പിടിച്ചു. മിഹി അവളുടെ അമ്മയല്ലെന്ന് മാൻസിക്ക് പറയാൻ ശ്രമിച്ചിട്ടും ഏന വിട്ടുമാറാൻ കൂട്ടാകാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ചെയ്തത്. സാഹചര്യം കൂടുതൽ സങ്കീർണമായി. മിഹിയാണെങ്കിൽ ഏനയെ സമാധാനിപ്പിച്ച് ഒരിടത്തിരിക്കുകയാണ്. മാൻസിക്ക് സഹോദരൻ ചാൻസുവിനെ വിളിച്ച് നടന്ന കാര്യങ്ങൾ പങ്കുവച്ചു. ഏന ഇപ്പോൾ മിഹിയാണ് തന്റെ അമ്മയെന്ന് വിശ്വസിക്കുന്നതെന്നും എന്താ ചെയ്യുകയെന്നും ചോദിച്ചു. മിഹി മകളോട് ഇപ്പോൾ അടുപ്പം കാട്ടുന്നുണ്ട്, അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. പണ്ടവൾ ഒരു വേശ്യാലയത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നതല്ലേ, അവൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ട് തന്നെയാണോ ഈ ചെയ്യുന്നത് എന്നും അദ്ദേഹം ഭയപ്പെടുന്നുണ്ടായിരുന്നു. ചാൻസ് പറഞ്ഞു, എന്തായാലും വിയറ്റ്നാം യുവതി പിന്മാറി. ഇതിപ്പോ ചിലപ്പോ ഭാഗ്യം കൊണ്ടായിരിക്കും ഇങ്ങനൊരു അവസരം വീണ് കിട്ടിയത്. നിനക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യ്. ചേട്ടൻ അടുക്കൽ നിന്ന് മാൻസിക്ക് വീട്ടിലേക്ക് തിരികെ എത്തിയപ്പോഴേക്കും മീഹിയുടെ തോളിൽ കിടന്ന് ഏന ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. കുട്ടിയെ അകത്ത് കിടത്തി മീഹി അവിടെ നിന്ന് മടങ്ങാൻ തുടങ്ങി. മിഹിക്കടുക്കൽ കാര്യങ്ങൾ പറയാൻ മാൻസിക്ക് തീരുമാനിച്ചു. കാര്യങ്ങൾ മൊത്തം ഇപ്പോൾ മാറിയിരിക്കുകയാണല്ലോ. മാൻസിക്ക് മീഹിയുടെ കാര്യങ്ങൾ വിശദമായി പറഞ്ഞു. താൻ വാടകയ്ക്കെടുത്ത സ്ത്രീ വരാത്തതുകൊണ്ട് ഏന മിഹിയെ അമ്മയായി വിശ്വസിച്ചതുകൊണ്ടും താൽക്കാലികമായി ആ ഒരു ജോലി മിഹി ഏറ്റെടുക്കാമോ എന്ന് അദ്ദേഹം മിഹിയോട് ചോദിച്ചു. മിഹി അത് കേട്ട ഉടൻ നിരസിച്ചു. അവൾക്കതൊരു ഇൻസൾട്ട് പോലെയായിരുന്നു തോന്നിയത്. അവൾക്ക് നല്ലൊരു ബോധകാലമില്ലായിരിക്കാം, പക്ഷേ താൻ അങ്ങനെയുള്ള ഒരു സ്ത്രീയെയല്ല എന്നവൾ തീർത്തു പറഞ്ഞു. മാൻസിക്ക് പുറകെ ചെന്ന് അഭ്യർത്ഥിച്ചു. 20 ലക്ഷം വോൺ അവൾക്ക് നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു. അവൾ പക്ഷെ അപ്പോഴും സമ്മതിച്ചില്ല. പെട്ടെന്നാണ് അവൾ തന്റെ കടങ്ങളെപ്പറ്റി ആലോചിച്ചത്. അത്രയും പണം കിട്ടിയാൽ അതിനുവേണ്ടി നിന്നുകൊടുത്തേക്കാം എന്നവൾ ചിന്തിച്ചു. തന്റെ മുമ്പിലും കടത്തു നിന്ന് മോചിതയാകാൻ ഇതേ വഴിയുള്ളൂ. കുറച്ചുനേരം ആലോചിച്ച ശേഷം അവൾ മാൻസിക്കിനടുക്കൽ സമ്മതം മൂളി. ആ തീരുമാനത്തോടെ അവളുടെ കടം തീർന്നു. വളരെ കാലത്തിനു ശേഷം ആദ്യമായി മിഹിക്ക് ഭയമില്ലാതെ ജീവിക്കാനുള്ള സാഹചര്യം ഉടലെടുത്തു. അടുത്ത ദിവസം രാവിലെ ഏന വലിയ ആവേശത്തിലായിരുന്നു. തന്റെ അമ്മ ഒടുവിൽ തങ്ങളോടൊപ്പം താമസിക്കാൻ വരുന്നു എന്ന് മാൻസിക് അവളോട് അറിയിച്ചിരുന്നു. അതുകൊണ്ട് അവൾ ആവേശത്തിലാണ്. മിഹിയെ കൂട്ടിക്കൊണ്ടുവരാൻ മേഡത്തിന്റെ വേശ്യാലയത്തിലേക്ക്, ആ ഒരു ബാറിലേക്ക് മാൻസിക് കടന്നു ചെന്നു. അപ്പോഴാണ് അടുത്ത പ്രശ്നം. 1 ലക്ഷം വോൺ കൂടി നൽകിയാലേ മിഹിയെ വിട്ടു നൽകൂ എന്നാണ് മേഡം പറയുന്നത്. തന്റെ മകളുടെ സന്തോഷം മാത്രം ആഗ്രഹിച്ച മാൻസിക് മേഡത്തിനോട് അതിനോക്കെ പറഞ്ഞു. പിന്നാലെ മേഡവുമായി ഒരു എഗ്രിമെന്റും എഴുതി. മിഹി ഇനിമേൽ സ്വതന്ത്രയാണ് എന്നതായിരുന്നു ആ രേഖ. ഇതേസമയം മിഹി തന്റെ സാധനങ്ങൾ പാക്ക് ചെയ്യുകയാണ്. മറുവശത്ത് മാൻസിക്കും ഏനയും അവളെ കാത്തു നിൽക്കുന്നു. വരാനായി മിഹി വൈകുന്നുണ്ടായിരുന്നു. മാൻസിക് പുറത്തുനിന്ന് അവളെ വിളിച്ചു. പക്ഷേ മിഹിയാകട്ടെ സ്വതന്ത്രയാണെന്ന് അറിഞ്ഞതോടെ അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള പദ്ധതി ഇടുകയായിരുന്നു. പക്ഷേ കൃത്യസമയം അമ്മയെ കാണാനുള്ള കൊതികൊണ്ട് ഏനകത്തെ കോടിക്കയറി മിഹിയുടെ മുറിയിലേക്കും കടന്നു. അതോടെ ഏനയുടെ രക്ഷപ്പെടൽ പ്ലാൻ പൊളിഞ്ഞു. ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ ഇഷ്ടമില്ലാതെ മിഹി അവരോടൊപ്പം അവരുടെ വീട്ടിലേക്ക് ചെന്നു. വീട്ടിലെത്തിയതും അവിടുണ്ടായിരുന്ന പൂർവികരുടെ ഫോട്ടോ നോക്കി ബഹുമാനാർത്ഥം മാൻസിക് മിഹിയെ തന്റെ പൂർവികർക്ക് പരിചയപ്പെടുത്തി. ചുവരിലെ ഫോട്ടോസൊക്കെ ഏറെക്കുറെ ഒരുപോലുണ്ട്. മിഹിക്ക് അതൊക്കെ കണ്ട് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അവളുടെ ദേഷ്യം കണ്ടതും മാൻസിക് വേഗത്തിൽ അമ്മയ്ക്ക് ക്ഷീണമാണെന്ന് ഏനയോട് കള്ളം പറഞ്ഞു. അവളെ അവിടുത്തെ ഒരു മുറിയിലേക്ക് പറഞ്ഞയച്ചു. അമ്മയ്ക്ക് ക്ഷീണമാണെങ്കിൽ അമ്മ വിശ്രമിക്കട്ടെ എന്നായിരുന്നു ഏന സന്തോഷത്തോടെ പറഞ്ഞത്. അമ്മ അവിടെ തന്നെ ഉണ്ടല്ലോ, ആ ഒരു സന്തോഷമായിരുന്നു അവൾക്ക്. മിഹി ഉറങ്ങാൻ കിടന്നു. നല്ല രീതിയിൽ അവൾക്ക് ഉറങ്ങാൻ സാധിച്ചു. സമാധാനത്തോടെയുള്ള അത്തരത്തിലുള്ള ഒരു ഉറക്കം അവൾ അനുഭവിച്ചിട്ട് വർഷങ്ങൾ പിന്നിട്ടിരുന്നു. അവൾ ഉണർന്നപ്പോൾ വീട് നിശബ്ദമായിരുന്നു. രക്ഷപ്പെടാൻ പറ്റിയ സമയമാണിത് എന്ന് അവൾക്ക് തോന്നി. അവൾ വാതിലിനടുത്തേക്ക് പതുങ്ങിച്ചെന്നു. വാതിലൂടെ പുറത്തേക്ക് ഒളിഞ്ഞു നോക്കാനായിരുന്നു അവളുടെ ശ്രമം. പെട്ടെന്നാണ് മാൻസിക്കുമായി മുഖാമുഖം വന്നത്. മാൻസിക് മറുവശത്ത് നിന്ന് വാതിലിലൂടെ അകത്തേക്ക് നോക്കുകയായിരുന്നു. രണ്ടുപേരും ഒന്ന് ഞെട്ടി. മിഹി
മീഹി ഒന്ന് ഭയന്നിരുന്നു. മാൻസിക്ക് പറഞ്ഞു, ഞാൻ ഒളിഞ്ഞു നോക്കിയതല്ല, പകൽ മുഴുവൻ നിങ്ങളൊന്നും കഴിച്ചില്ലല്ലോ, അതുകൊണ്ട് അത്താഴത്തിന് നിങ്ങളെ വിളിക്കാൻ വേണ്ടി വന്നതാണ്. മീഹി ഒന്ന് ആശ്വസിച്ചു. പിന്നാലെ മാൻസിക്കിനോട് ചോദിച്ചു, ഏന എവിടെ? മാൻസിക്ക് അതിന് മറുപടി പറഞ്ഞില്ല. അടുത്തിരുന്ന അവൾക്കടുക്കൽ മാൻസിക്ക് 2 ഫോം എടുത്തു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ ഫോമുകൾ ഒന്ന് പൂരിപ്പിക്കാമോ? വിവാഹം രജിസ്റ്റർ ചെയ്യാനും ബർത്ത് സർട്ടിഫിക്കറ്റ് എടുക്കാനും ഇത് ആവശ്യമാണ്. പക്ഷേ അവിടെ നിന്ന് രക്ഷപ്പെടണം എന്നാണല്ലോ മീഹി ചിന്തിക്കുന്നത്. അതുകൊണ്ട് ആ പേപ്പർ വർക്ക് പൂരിപ്പിക്കുന്നത് നീട്ടിക്കൊണ്ട് പോകാമെന്ന് കരുതി നാളെ പൂരിപ്പിക്കാം എന്നൊക്കെ അവൾ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ മാൻസിക്ക് പറഞ്ഞു, നാളെ എനിക്ക് കുറച്ചധികം തിരക്കുണ്ട്, പേപ്പർ ജോലികൾ ചെയ്യാൻ സമയമുണ്ടാവില്ല. എന്റെ ചേട്ടൻ ചാൻസുവും കുടുംബവും നമുക്കായി ഒരു വിരുന്നൊരുക്കിയിട്ടുണ്ട്. മീഹിക്ക് ആകെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. എന്നാലും മറ്റൊരു വഴിയുമില്ലാതെ മീഹി ഫോം പൂരിപ്പിക്കാൻ ആരംഭിച്ചു. തന്റെ വ്യക്തിപരമായ വിവരങ്ങൾ മറച്ചുവെക്കാൻ അവൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു. മാൻസിക്ക് അത് ശ്രദ്ധിച്ചു. പേപ്പർ വാങ്ങി അത് വായിച്ചപ്പോൾ അവൾക്ക് 27 വയസ്സ് മാത്രമേ ഉള്ളൂ എന്ന് മാൻസിക്ക് തിരിച്ചറിഞ്ഞു. കൂട്ടത്തിൽ പാരന്റ്സിന്റെ പേരൊന്നും എഴുതിയിരുന്നില്ല. അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അവൾ അനാഥയാണെന്ന കാര്യവും അദ്ദേഹം മനസ്സിലാക്കി. മീഹിയും കാര്യങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, എന്നെ എന്റെ പാരന്റ്സ് ഒരു അനാഥാലയത്തിൽ ഉപേക്ഷിച്ചതാണ്. അതിനെപ്പറ്റി മാൻസിക്കിന്റെ കൂടുതൽ ചോദ്യങ്ങൾ വന്നപ്പോൾ മീഹി അസ്വസ്ഥയാകുന്നുണ്ടായിരുന്നു. അവൾ പറഞ്ഞു, എനിക്ക് കുടുംബമോ ആരുമില്ലാത്തതുകൊണ്ടാണ് ഈ ഒരു മോശം ജോലി ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറായത്. പിന്നെ എനിക്കിതുകൊണ്ട് ഫിനാൻഷ്യൽ ബെനിഫിറ്റും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് അധികം ചോദ്യങ്ങൾ കുത്തിച്ചോദിക്കൊന്നും വേണ്ട. അതും പറഞ്ഞ് തന്റെ ബാഗുമെടുത്ത് അവൾ വീടിനകത്തേക്ക് കയറിപ്പോയി. മാൻസിക് തന്റെ കയ്യിലുള്ള പേപ്പറുകൾ നോക്കി. 27 വയസ്സ്, തനിക്ക് 42 വയസ്സ്. മൊത്തത്തിൽ കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആണ്. അവിടെ നിന്നും പാർട്ടി നടക്കുന്നൊരിടത്തേക്ക് മാൻസിക് ചെന്നു. ചാൻസുവും അവിടെ ഉണ്ടായിരുന്നു. മീഹിക്കും കൂടി വരണമെന്നുണ്ടായിരുന്നെങ്കിലോ എന്ന് ചാൻസ് ചോദിച്ചു. മാൻസിക് അതിലെ സത്യം വെളിപ്പെടുത്തി. അവൾക്ക് വരണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല. എന്റെ മുഖം കാണുമ്പോഴേ അവൾക്ക് ദേഷ്യം വരികയാണ്. അതുകൊണ്ടാ അവളെ കൂട്ടാതെ ഞാൻ ഒറ്റക്ക് വന്നത്. മറുവശത്ത് വീട്ടിൽ തനിച്ചായിരുന്ന മീഹിക്ക് മാൻസിക്കിനെ പറ്റി ഒന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. വളരെ സിമ്പിളായ ജീവിതമാണ് മാൻസിക്ക് നയിക്കുന്നത്. പക്ഷെ ആവശ്യത്തിന് പണവും അയാളുടെ കയ്യിലുണ്ട്. ഇതൊക്കെ എങ്ങനെ നടക്കുന്നു? ഒടുവിൽ ആ സമയത്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ടാലോ എന്ന് മീഹി ചിന്തിച്ചു. പോകുന്നതിന് മുമ്പ് മാൻസിക്കിന്റെ വീട്ടിൽ വല്ല പണവും ഉണ്ടെങ്കിൽ അതും കൂടി മോഷ്ടിച്ചു പോകാം എന്ന് കരുതി അവൾ അവിടെ തിരയാൻ ആരംഭിച്ചു. ഇതിനിടയിൽ അവളുടെ കാലിൽ മുറിവേറ്റപ്പോൾ ഒട്ടിച്ചിരുന്ന ബാൻഡേജ് അഴിഞ്ഞ് താഴെ വീണു. അവള് വീണ്ടും തിരച്ചിൽ തുടരുന്നതിനിടയിലാണ് മാൻസിക് അങ്ങോട്ടേക്ക് കയറി വന്നത്. കൂട്ടത്തിൽ ഏനയുമുണ്ട്. അവളെ തിരച്ചിൽ നടത്തുന്നത് മാൻസിക് നേരിട്ട് കണ്ടു. പക്ഷേ ശുദ്ധനായ മാൻസിക് അവളെ സംശയിച്ചില്ല. അവളുടെ കാലിലെ മുറിവ് കണ്ടതും അവളെ ബാൻഡേജ് തിരയുകയായിരുന്നിരിക്കും എന്ന മട്ടിലായിരുന്നു മാൻസിക് ചിന്തിച്ചത്. മാൻസിക് പിന്നാലെ ഫസ്റ്റ് എയ്ഡ് കിറ്റ് എടുത്ത് ആ മുറിവ് ട്രീറ്റ് ചെയ്യാൻ അവളെ സഹായിച്ചു. മീഹിക്കാണെങ്കിൽ മാൻസിക്കിന്റെ ഈ പ്രവൃത്തിയിൽ അയാളോട് സഹതാപം തോന്നി. അയാൾ എത്രമാത്രം നല്ലവനാണ് എന്നവൾ ഓർത്തുകൊണ്ടിരുന്നു. തന്റെ പ്രവൃത്തിയിൽ അവൾക്ക് കുറ്റബോധവും അനുഭവപ്പെട്ടു. അടുത്ത ദിവസം പുലർച്ചെ മീഹി ഉണരുമ്പോൾ ഏന തൊട്ടടുത്തുണ്ടായിരുന്നു. തന്റെ അമ്മ ഉണർന്നതും ഏന സന്തോഷത്തോടെ മീഹിയോട് സംസാരിച്ചു. അവൾക്കൊരാഗ്രഹമുണ്ടായിരുന്നു. അവൾ അന്നുവരെ അവളുടെ അമ്മയെ തൊട്ടിട്ടില്ല. അമ്മയുടെ കയ്യിൽ താൻ തൊട്ടോട്ടെ എന്ന് അവൾ ചോദിച്ചു. മീഹി പറഞ്ഞു, ആ കയ്യിൽ തൊട്ടോ, പക്ഷെ കൈ അവിടെ നനയ്ക്കേക്കരുത്. പക്ഷേ കയ്യിൽ പിടിക്കാൻ പോയ ഏന അവളുടെ കുട്ടിത്തം കൊണ്ട് ആഗ്രഹം കൊണ്ട് തൊട്ടതാകട്ടെ മീഹിയുടെ മാറിടത്തിലായിരുന്നു. അവിടെ തൊട്ടതും വല്ലാത്ത സന്തോഷത്തോടെ അവളൊരു കള്ളച്ചിരി ചിരിച്ചു. പിന്നാലെ ഇതെന്തൊരു സോഫ്റ്റ് ആണെന്ന് പറഞ്ഞ് അച്ഛനോട് പറയട്ടെ എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് അച്ഛനടുക്കലേക്ക് ഓടി. അച്ഛനടുക്കലെത്തി അവൾ പറഞ്ഞു, അമ്മയുടെ മാറിടം എന്ത് സോഫ്റ്റാ. പക്ഷെ പിന്നാലെ ഓടി വന്നിരുന്ന മീഹി ആകട്ടെ അവളുടെ വാപുത്തി പിടിച്ച് അവളെ പൊക്കിയെടുത്തുകൊണ്ട് പോയി. മീഹിക്ക് വല്ലാത്തൊരു നാണക്കേട് തന്നെ തോന്നിയിരുന്നു. അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം പുറത്തു പോകാൻ ഏന വല്ലാതെ ആവേശത്തിലായിരുന്നു. അന്ന് അവളുടെ മുടി കെട്ടിക്കൊടുത്തത് മീഹിയാണ്. തന്റെ അമ്മ കെട്ടിക്കൊടുത്ത മുടി കൂട്ടുകാരിയെ കാണിക്കാനാണ് ഈ ആവേശം. അവളുടെ വാക്കുകൾ സന്തോഷത്തോടെ മീഹി കേട്ടു. മീഹിയുടെ മനസ്സിലും മാറ്റങ്ങൾ വന്നിരുന്നു. ഒരിക്കൽ അവൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകണം എന്ന് മാത്രം ചിന്തിച്ചതാണ്. പക്ഷെ ഇപ്പോൾ ഒരു കുടുംബത്തിന്റെ ഊഷ്മളത, സ്നേഹം ഒക്കെയും അവൾ അനുഭവിക്കുന്നു. പിന്നാലെ മാൻസിക് ജോലിക്കായി പിഗ് ഫാമിലേക്ക് പോയി. അവിടെ വെച്ച് തന്റെ സുഹൃത്തിനോട് സംസാരിക്കുകയും ചെയ്തു. പക്ഷേ വിവാഹം രജിസ്റ്റർ ചെയ്യുന്ന കാര്യത്തിൽ അയാൾ കൺഫ്യൂഷനിലായിരുന്നു. അത് മീഹിയുടെ ഭാവിയെ ബാധിക്കില്ലേ? മീഹി ഒരു ചെറിയ പെണ്ണല്ലേ? മാത്രമല്ല താൻ ചെയ്യുന്നത് സ്വാർത്ഥതയല്ലേ? പലതരം
ചിന്തകൾ അയാളിൽ കടന്നുകൂടിയിരുന്നു. മാത്രമല്ല മീഹിക്ക് തന്നെ ഇഷ്ടവുമല്ലല്ലോ. എന്തായാലും കുറച്ചു സമയം കൂടി കഴിയട്ടെ എന്ന് മാൻസിക്ക് തീരുമാനിച്ചു. മറുവശത്ത് മയങ്ങുകയായിരുന്ന മീഹി ഉറക്കമുണർന്നു. നോക്കിയപ്പോൾ അടുത്തൊരു കുറിപ്പിരിപ്പുണ്ട്. മാൻസിക്ക് എഴുതി വെച്ചിട്ട് പോയതാണ്. ഫ്രിഡ്ജിൽ പഴങ്ങളുണ്ട്, വിശക്കുന്നുണ്ടെങ്കിൽ അതെടുത്ത് കഴിക്കാം. അതെല്ലാം മറ്റെന്തെങ്കിലും വേണമെങ്കിൽ പണം ദാ ഇവിടെ വെച്ചിട്ടുണ്ട്. കടയിലേക്കുള്ള വഴി മാപ്പായി നാം വരച്ചു വെച്ചിട്ടുണ്ട്. അത് നോക്കി കടയിൽ പോകാം, ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങാം. ആ മാപ്പ് പിന്തുടർന്ന് മീഹി പുറത്തിറങ്ങി. ചെന്നെത്തിയതാകട്ടെ അവിടുത്തെ ഒരു മുത്തശ്ശി നടത്തുന്ന കടയിലേക്കായിരുന്നു. അവിടെ അതേസമയം ഏനയും ഉണ്ടായിരുന്നു. കടയിലെ മുത്തശ്ശി മീഹിയെ സ്നേഹത്തോടെ സ്വീകരിച്ചു. മാൻസിക്കിന് ചേരുന്ന സുന്ദരിയായ ഭാര്യയാണ് അവള് എന്ന് പുകഴ്ത്തി പറയുകയും ചെയ്തു. മീഹിക്കും നല്ല സന്തോഷം തോന്നിയിരുന്നു. തിരികെ ഏനയുമായിട്ടായിരുന്നു മീഹി മടങ്ങി വന്നുകൊണ്ടിരുന്നത്. നടന്നു വരുന്ന വഴിയിൽ നാട്ടുകാരായ കുറെ ആളുകൾ അവളുടെ ചുറ്റിലും കൂടി. അവൾക്ക് സ്നേഹസമ്മാനമായി ഓരോന്ന് കൊടുക്കാൻ തുടങ്ങി. പച്ചമുളകും നീരാളിയും തണ്ണിമത്തനും അങ്ങനെ പലതും സ്നേഹസമ്മാനമായി പരിചയപ്പെടലിന്റെ ഭാഗമായി മീഹിക്ക് ലഭിച്ചു. എല്ലാവരും മീഹിയുടെ സൗന്ദര്യത്തെ പുകഴ്ത്തുകയും അവരുടെ ഗ്രാമത്തിലേക്ക് അവളെ കൂട്ടുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഏന അഭിമാനത്തോടെ ഇതൊക്കെ നോക്കിക്കണ്ടു. ആദ്യമായി ഒരു സമൂഹത്തിന്റെ സ്നേഹവും പരിഗണനയുമൊക്കെ മീഹി അനുഭവിക്കുകയായിരുന്നു. അവൾക്കും അതിൽ വലിയ പുതുമയും സന്തോഷവും അനുഭവപ്പെട്ടു. അന്ന് വൈകുന്നേരം വീട്ടിലേക്കെത്തിയപ്പോ വീട്ടിൽ സാധനങ്ങളുടെ കൂമ്പാരം കണ്ട് മാൻസിക്ക് അത്ഭുതപ്പെട്ടു. നാട്ടുകാര് സ്നേഹത്തോടെ നൽകിയതാണെന്ന് മീഹി വിശദീകരിച്ചു. വഴിയിൽ കണ്ടവരെല്ലാം തങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സമ്മാനമായി നൽകി. എല്ലാവരും എന്നെ സുന്ദരി എന്ന് വിളിച്ചു. അവരൊക്കെ ശരിക്കും ഞാൻ ഏനയുടെ അമ്മയാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? മീഹി സംശയത്തോട് ചോദിച്ചു. മാൻസിക്ക് പറഞ്ഞു, ഗ്രാമത്തിലെ ആരും തന്നെ അവളുടെ യഥാർത്ഥ അമ്മയെ കണ്ടിട്ടില്ല. അതുകൊണ്ട് നീ ആരാണെന്ന് അവർക്ക് തിരിച്ചറിയാനും പറ്റില്ല. അത് കേട്ടതും മീഹി ഒരു നിമിഷം നിശബ്ദയായി. അവളെന്തോ ചിന്തിച്ചുകൊണ്ടിരുന്നു. പിറ്റേന്ന് രാവിലെ ആവേശത്തിലായിരുന്നു മീഹി ഉണർന്നത്. അവൾ നോക്കുമ്പോ മാൻസിക്കിന്റെ മുടി വളർന്ന് അലങ്കോലമായിരിക്കുകയാണ്. താൻ വെട്ടിത്തരാമെന്ന് പറഞ്ഞ് മാൻസിക്കിനെ പിടിച്ചിരുത്തി മീഹി മാൻസിക്കിന്റെ മുടി വെട്ടിക്കൊടുത്തു. ഏനയാണെങ്കിൽ സന്തോഷത്തോടെ അതൊക്കെ നോക്കിക്കണ്ടു നിൽക്കുകയാണ്. വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു സ്ത്രീ മാൻസിക്കിന്റെ അത്ര അടുത്ത് വരുന്നത്. മാൻസിക്കിന് തന്റെ ഞരമ്പുകൾ തളരുന്നത് പോലെ അനുഭവപ്പെട്ടു. അവൾ മുടി വെട്ടിക്കൊണ്ടിരുന്നപ്പോ അയാളിരുന്ന് വിറയ്ക്കുന്നുണ്ടായിരുന്നു. എന്തായാലും മുടിവെട്ടലൊക്കെ നല്ല രീതിയിൽ കഴിഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോ ടൗണിൽ പോവാൻ മോട്ടോർ സൈക്കിൾ തരാമോ എന്ന് മീഹി മാൻസിക്കിനോട് ചോദിച്ചു. അവളെ തനിച്ചു വിടുന്നതിന് പകരം എല്ലാവർക്കും ഒന്നിച്ചു പോകാമെന്നായിരുന്നു മാൻസിക്കിന്റെ നിർദ്ദേശം. അങ്ങനെ മൂവരും ചേർന്ന് ഒരു ചെറിയ കുടുംബയാത്ര തന്നെ പോയി. ഏനയാകട്ടെ വലിയ ആവേശത്തിലുമായിരുന്നു. മീഹി പതിയെ ഈ ജീവിതത്തോട് ഇണങ്ങാൻ തുടങ്ങിയിരുന്നു. ആ ഒരു കുടുംബജീവിതം അവൾ ആസ്വദിക്കുകയാണ്. ടൗണിൽ വെച്ച് മാൻസിക്ക് അവരെ സ്നേഹത്തോടെ പരിഗണിക്കുകയും മീഹി സാധനങ്ങളൊക്കെ വാങ്ങുന്നത് പുഞ്ചിരിയോടെ നോക്കിക്കാണുകയും ചെയ്തു. ഐസ്ക്രീമും ജ്യൂസും കഴിച്ച് അവർ ആ സന്തോഷ നിമിഷം ആസ്വദിക്കാൻ ആരംഭിച്ചു. അപ്പോഴായിരുന്നു അതുവഴി മേഡം കടന്നുപോയത്. അവരെല്ലാവരും അങ്ങനെ ഒന്നിച്ച് സമയം ചെലവഴിക്കുന്നത് മേഡം നോക്കിക്കണ്ടിരുന്നു. മീഹി ഇത്രത്തോളം മാറിയതൊന്നും അവർക്കങ്ങ് സഹിക്കുന്നില്ല. ആ സമയമായിരുന്നു ചുന്യങ് എന്നു പേരുള്ള ഒരു വ്യക്തി അങ്ങോട്ടേക്ക് എത്തുന്നത്. ചാന്യങ് പോലീസുകാരനാണ്. മേഡത്തെ കണ്ടതും ചാന്യങ് മേഡത്തോട് കൈക്കൂലി എന്ന മട്ടിൽ ചോദിച്ചു. എനിക്കായി നിങ്ങളുടെ കഫേയിൽ ഒരു കോഫി ഉണ്ടാവില്ലേ? അർത്ഥം വെച്ചിട്ടായിരുന്നു ചോദ്യം. കൈക്കൂലി ചോദിച്ചതിന് നിന്നെ പിടിച്ചു കൊടുക്കണോടാ എന്ന് മേഡം തിരികെ ചോദിച്ചു. ഓ, എന്തിനാ ഇത്ര ദേഷ്യം? ആരേലും നിങ്ങളുടെ പണവും അടിച്ചുകൊണ്ട് ഓടിയോ? അവൻ ചോദിച്ചു. ഉടൻ മേഡം പറഞ്ഞു, കുറച്ചധികം. ആ നാശം പിടിച്ചവൾ. അതും പറഞ്ഞ് മേഡം നോക്കിയത് മീഹിയായിരുന്നു. ചാന്യങ് അത് നോക്കിക്കണ്ടു. ഉടനടി ശകാരത്തോടെ മേഡത്തിനടുക്കൽ പറഞ്ഞു, നിങ്ങളെന്താ പറയുന്നത്? മാൻസിക്കിന്റെ ഭാര്യ ഒരിക്കലും അങ്ങനൊരു ജോലി ചെയ്യില്ല. നിങ്ങളുടെ വാക്കുകൾ സൂക്ഷിക്കണം. ഭാര്യ തേങ്ങാക്കൊലയാണ്. അതും പറഞ്ഞായിരുന്നു മേഡം അവിടുന്ന് പോയത്. ചാന്യങ് വല്ലാത്തൊരു ഭാവത്തിലായി. ആ സമയമാണ് അതുവഴി കുറച്ച് സ്കൂൾ കുട്ടികൾ നടന്നുപോയത്. ഏന അത് നോക്കിക്കണ്ടു. ഏനയ്ക്കും അതുപോലെ സ്കൂളിൽ പോകണമെന്നുണ്ട്. അവളുടെ അച്ഛൻ അവളെ സ്കൂളിലേക്കും ഡേ കെയറിലേക്കും ആക്കാമെന്ന് പറഞ്ഞിട്ട് ഇന്നുവരെ ആക്കിയിട്ടില്ല. അതിനെപ്പറ്റി അവൾ അച്ഛനോട് ചോദിച്ചു. അടുത്തുള്ള സ്കൂളും ഡേ കെയറും കാണാൻ പോകാമെന്നും പറഞ്ഞു. ആ സ്ഥലങ്ങൾ തനിക്കറിയില്ല എന്ന മട്ടിൽ മോളെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ മാൻസിക്ക് നോക്കുന്നുണ്ടെങ്കിലും എന്റെ അമ്മയ്ക്കൊക്കെ അറിയാം എന്നായിരുന്നു ഏന പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തായാലും ഒന്ന് ചുറ്റിക്കറങ്ങിയ ശേഷം അവർ തിരികെ വീട്ടിലേക്കെത്തി. ഏന ഉറങ്ങിപ്പോയിരുന്നു. തിരികെ എത്തുമ്പോൾ മാൻസിക്കിന്റെയും മീഹിയുടെയും മനസ്സിൽ വല്ലാത്ത ഭാരം അനുഭവപ്പെട്ടിരുന്നു. തന്റെ മകൾ ആഗ്രഹിച്ചതൊന്നും തനിക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്നാണ് മാൻസിക്കിന്റെ വിഷമം. മറുവശത്ത് മീഹിയാകട്ടെ എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിക്കുകയായിരുന്നു. മാൻസിക് അവിടുന്ന് ജോലി സ്ഥലത്തേക്ക് പോവാൻ നിൽക്കുകയായിരുന്നു. അവിടെ ഒരു പന്നി പ്രസവിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് വൈകുമെന്ന് അയാൾ മീഹിയോട് പറഞ്ഞു. പോകുന്നതിന് മുമ്പ് മീഹി ചോദിച്ചു, മോളുടെ കിൻഡർ ഗാർഡന്റെ അഡ്മിഷന്റെ കാര്യം? മാൻസിക്ക് മറുപടി പറഞ്ഞു, നിന്റെ ഫീലിംഗ്സ് ഒക്കെ ഓർത്ത് ചില കാര്യങ്ങളൊന്നും കൊണ്ട് ഞാനൊന്നും ചെയ്തിരുന്നില്ല. നീ പേടിക്കണ്ട,
ഒക്കെ ഞാൻ ശരിയാക്കിക്കോളാം. അതും പറഞ്ഞാണ് മാൻസിക്ക് പോയത്. മീഹി വല്ലാതായി. മീഹി സമ്മർദ്ദത്തിലാകുമോ എന്നാണ് മാൻസിക്ക് ചിന്തിച്ചിരുന്നതെങ്കിൽ മാൻസിക്കിന് തന്നെ അയാളുടെ ഭാര്യയാക്കാൻ ഇഷ്ടമില്ല എന്ന രീതിയിലായിരുന്നു മീഹിയുടെ ചിന്ത. മാൻസിക്ക് പോയപ്പോ മീഹി വീടിനകത്തേക്ക് കടന്നു. അവിടുത്തെ ഡ്രോയർ തുറന്ന് ഓരോന്ന് നോക്കിയപ്പോ അവൾ പൂരിപ്പിച്ചിരുന്ന വിവാഹ ഫോം അവൾ നോക്കിക്കണ്ടു. മാൻസിക്ക് അതുവരെ അത് സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്നവൾ മനസ്സിലാക്കി. ഉറങ്ങുന്ന ഏനയെ അവളൊന്ന് തിരിഞ്ഞു നോക്കി. പിന്നാലെ എന്തോ ഒന്ന് ആലോചിച്ചു. കുറച്ചു കഴിഞ്ഞ് വാതിലടച്ച് മീഹി കിടക്കാൻ തുടങ്ങുകയായിരുന്നു. അപ്പോഴാണ് ചാൻയോങ് അങ്ങോട്ടേക്ക് വന്നത്. മീഹി പുറത്തേക്ക് വന്നു. താൻ മാൻസിക്കിന്റെ കസിനാണ് എന്നവൻ പരിചയപ്പെടുത്തി. പിന്നാലെ അവൻ പറഞ്ഞു, നിങ്ങളെ കണ്ട ഒരു സാധാരണ സ്ത്രീയെ പോലെയാണല്ലോ. ഞാൻ ഇതിലും കൂടുതലൊക്കെ പ്രതീക്ഷിച്ചു. നിങ്ങൾ മുമ്പ് മേഡത്തിന്റെ അടുത്തായിരുന്നില്ലേ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്? എനിക്ക് ആ വിവരമൊക്കെ അറിയാം. അത് കേട്ടതും അവളുടെ മുഖമങ്ങ് മാറി. അവൾ നിശബ്ദയായി നിന്നു. അവളുടെ ഉള്ളു തകർന്നിരുന്നു. തന്റെ ആ രഹസ്യം എല്ലാവരിൽ നിന്നും സൂക്ഷിക്കുമെന്ന് മാൻസിക്ക് വാഗ്ദാനം ചെയ്തതാണ്. അയാളിപ്പോൾ ഇത് മറ്റുള്ളവരോട് പറഞ്ഞോ, അതും ഒരു പോലീസുകാരനോട് പറഞ്ഞോ എന്നൊക്കെ അവൾ ഞെട്ടലോട് ചിന്തിച്ചു. അന്ന് രാത്രി മാൻസിക്കാകട്ടെ പൂർണ്ണമായും മദ്യപിച്ചാണ് വീട്ടിലേക്ക് വന്നുകൊണ്ടിരുന്നത്. വഴിയിലെ പൂക്കളൊക്കെ പറിച്ചുകൊണ്ട് അയാൾ വേച്ചു നടന്നു. മാൻസിക്കിന്റെ മനസ്സും ആകെ ആശയക്കുഴപ്പത്തിലാണ്. മാൻസിക്കിന് മീഹിക്കടുക്കൽ ഇപ്പോൾ യഥാർത്ഥ വികാരങ്ങൾ, യഥാർത്ഥ പ്രണയമുണ്ട്. അത് എങ്ങനെ ഒളിപ്പിക്കാൻ കഴിയും എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഭയം. അവളുടെ ഭൂതകാലം എന്തു തന്നെയാണെങ്കിലും മീഹി ഇപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണിൽ സുന്ദരിയും ദയാലുവുമാണ്. വീട്ടിലെത്തിയപ്പോൾ അയാൾ അവളെ വിളിച്ചു. മറുപടി ഇല്ലാത്തതുകൊണ്ട് അവൾ ഉറങ്ങുകയാണെന്ന് അയാൾ കരുതി. ആ ലഹരിയിൽ അയാൾ ഉള്ളിലൊതുക്കിയ വികാരങ്ങളെല്ലാം പുറത്തേക്ക് പറഞ്ഞുകൊണ്ടിരുന്നു. സ്വയം സംസാരിച്ചുകൊണ്ടിരുന്ന മാൻസിക്ക് അവളോട് വീണ്ടും വീണ്ടും മാപ്പ് ചോദിക്കുന്നുണ്ടായിരുന്നു. നീയും ആരുടെയെങ്കിലും ഒരു മകളായിരിക്കില്ലേ? നിന്നോട് എനിക്കിത്തരത്തിൽ പ്രവർത്തിക്കേണ്ടി വന്നല്ലോ എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവളെ ഇങ്ങനെ കൂടെ കിട്ടിയതിൽ താൻ വലിയ ഭാഗ്യവാനാണെന്നും അവൾ വളരെയധികം പ്രഷ്യസ് ആണ് എന്നൊക്കെ അയാൾ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. കൂട്ടത്തിൽ അവളെപ്പോലെ കരുണയുള്ള ഒരാളോട് മനസ്സിൽ മോശമായ ഉദ്ദേശങ്ങൾ തോന്നുന്നതിനെ അദ്ദേഹം ഭയപ്പെടുന്നു എന്നും കൂട്ടിച്ചേർത്തിരുന്നു. മീഹിയാകട്ടെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇതെല്ലാം അവൾ കേൾക്കുന്നുണ്ടായിരുന്നു. അവളുടെ ഹൃദയവും ആശയക്കുഴപ്പം കൊണ്ട് പിടഞ്ഞു. തന്റെ പാസ്റ്റിനെ പറ്റി മാൻസിക്ക് എല്ലാവരോടും പറഞ്ഞിരിക്കുന്നു. എന്നെ ശരിക്കും അയാൾ സ്നേഹിക്കുന്നുണ്ടോ? ഞാൻ ഇവിടെ നിൽക്കണോ അതോ പോകണോ? അവൾക്ക് തീരുമാനിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. പിറ്റേന്ന് രാവിലെ പരിഭ്രാന്തിയിൽ ഏന ഓടി മാൻസിക്കിന്റെ അടുത്തെത്തി. അമ്മയ്ക്ക് പനിയാണെന്ന് പറഞ്ഞു. മാൻസിക്ക് മീഹിയുടെ അടുത്തേക്ക് ചെന്ന് നോക്കി. സുഖമില്ലാതെ മൂടിപ്പുതച്ച് അവൾ കിടക്കുകയാണ്. മാൻസിക്ക് പിന്നാലെ മരുന്ന് വാങ്ങാനെന്ന് പറഞ്ഞ ടൗണിലേക്ക് പോയി. കാര്യങ്ങൾ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്ത ശീലമുള്ള ഏന മീഹിയെ സ്നേഹത്തോടെ പരിചരിക്കാൻ തുടങ്ങി. കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന ഒരു അമ്മ പക്ഷിയുടെ കഥ ഒരു ബുക്കിൽ നിന്ന് അവൾ മീഹിക്കായി വായിച്ചു കേൾപ്പിച്ചുകൊണ്ടിരുന്നു. ഓരോന്നാലോചിച്ച് വേദന കൊണ്ട് മീഹി കരയുന്നുണ്ടായിരുന്നു. തനിക്കെന്നും ഏനയുടെ കൂടെ നിൽക്കാൻ കഴിയില്ല എന്ന് അവൾക്കറിയാം. ഏന അവളെ ആശ്വസിപ്പിച്ചു. കഥ കേട്ട് കരഞ്ഞതാണ് എന്നായിരുന്നു ആ കൊച്ചുകുട്ടി വിശ്വസിച്ചത്. ഏന പറഞ്ഞു, വിഷമിക്കണ്ട, അമ്മ പക്ഷി മരിച്ചിട്ടൊന്നുമില്ല. കുട്ടികൾക്കൊപ്പം അമ്മ പക്ഷി സന്തോഷത്തോടെ ജീവിക്കുകയാ ചെയ്തത്. തന്റെ അമ്മയെ സന്തോഷിപ്പിക്കാൻ ഏന പറഞ്ഞു. മറുവശത്ത് മരുന്ന് വാങ്ങാൻ ടൗണിൽ പോയിരുന്ന മാൻസിക്ക് ചാനിയങ്ങിനെ കണ്ടു. സംസാരിക്കുമ്പോ അവൻ ഇന്നലെ വീട്ടിൽ ചെന്നിരുന്ന കാര്യവും അവിടെ വെച്ച് നടന്ന കാര്യങ്ങളും പറഞ്ഞു. അവൻ ബോധമില്ലാതെ മേഡം പറഞ്ഞ കാര്യങ്ങൾ മീഹിക്കടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലായതും ദേഷ്യത്തിൽ മാൻസിക്ക് അവനെ ഇടിച്ചു. എന്നിട്ട് വേഗം വീട്ടിലേക്ക് പുറപ്പെട്ടു. താനായിരിക്കും അവനോട് പറഞ്ഞിരിക്കുക എന്ന് മീഹി തെറ്റിദ്ധരിച്ചിരിക്കും എന്ന് മാൻസിക്കിന് തന്നെ തോന്നിയിരുന്നു. വീട്ടിലെത്തിയപ്പോഴോ മീഹി വീട്ടിലെങ്ങുമില്ല. ഏന അത് പറഞ്ഞതും അവിടെ നിന്നുള്ള വഴിയെ മാൻസിക്ക് വേഗത്തിലോടി. മീഹി ഒരുപാട് ദൂരം പിന്നിട്ടിരുന്നില്ല. ബാഗ് എടുത്തു പോവുകയായിരുന്ന മീഹിയെ മാൻസിക്കിന് കണ്ടെത്താൻ സാധിച്ചു. അവളെ തടഞ്ഞു നിർത്തി. താനൊന്നും ചാനിയങ്ങിനോട് പറഞ്ഞിട്ടില്ല, മേഡമാണ് അവനോടെല്ലാം പറഞ്ഞത് എന്ന കാര്യങ്ങളൊക്കെ അവളോട് വിശദീകരിക്കാൻ മാൻസിക്ക് ശ്രമിച്ചു. പക്ഷേ മീഹി അത് വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. മാൻസിക്ക് തുടർന്നു പറഞ്ഞു, ചാനിയങ് ഒരു പ്രശ്നക്കാരനെ പോലെ തോന്നുമെങ്കിലും അവനാർക്കും ഒരു ദ്രോഹം ചെയ്യാറില്ല. അവന്റെ വായിന്നത് ചാടിപ്പോയതായിരിക്കും. ഇപ്പൊ എന്തിനാ നിങ്ങൾ വന്നിതൊക്കെ എന്നോട് വിശദീകരിക്കുന്നേ? അത് നീ വേദനിക്കുന്നത് കൊണ്ട് എന്തിനാ നിങ്ങളതൊക്കെ നോക്കുന്നത്? എല്ലാ കാലത്തും തരം താഴ്ന്ന ജീവിതമായിരുന്നു എന്റേത്. അതിൽ നിന്നൊക്കെ മാറ്റം വരും എന്ന് ഞാൻ കരുതി. പക്ഷെ ഇപ്പോഴും ഞാൻ തരം താഴ്ന്നവൾ തന്നെയാണ്. ഇതിനെല്ലാം കാരണം നിങ്ങൾ ഒരാളാണ്, നിങ്ങൾ ഒരാൾ മാത്രം. വേദനയോടെ അവളത് പറഞ്ഞപ്പോൾ മാൻസിക്കിന് മറുപടിയൊന്നും പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അയാൾ സ്തബ്ധനായി നിന്നുപോയി. മീഹി മുമ്പോട്ട് നടന്നപ്പോൾ മാൻസിക്ക് അവളുടെ കൈപിടിച്ചു നിർത്തി. ഒരൊറ്റ
കാര്യമേ ഞാൻ ചോദിക്കൂ എന്ന് അവളോടായി പറഞ്ഞു. എനിക്കൊന്നും കേൾക്കണ്ട എന്നവൾ പറഞ്ഞെങ്കിലും മാൻസിക് അവളോട് ചോദിച്ചു, നിന്നെ സംബന്ധിച്ചിടത്തോളം നിന്നെ പിടിച്ചുകൊണ്ട് പോവാൻ വന്ന ഉപദ്രവിക്കാൻ വന്ന ഒരാളാണോ ഞാൻ, അതോ നിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോവാൻ വന്നയാളോ? മിഹി കണ്ണുകൾ നിറഞ്ഞ് വിതുമ്പുന്നുണ്ടായിരുന്നു. അവളുടെ ഉള്ളിൽ വലിയ കോലാഹലങ്ങൾ തന്നെ നടന്നു. ഒടുവിൽ മാൻസിക്കിന് താൻ ചേർന്നവളായിരിക്കില്ല എന്ന് ചിന്തിച്ചതുകൊണ്ടാകണം ഞാൻ പോവുകയാണ് എന്നവൾ മാൻസിക്കിനോട് പറഞ്ഞു. മാൻസിക്കാകട്ടെ അവൾക്ക് തന്നെ ഇഷ്ടമല്ലെന്ന് കരുതി അവളുടെ കൈവിട്ടു. അവൾ അവിടെ നിന്ന് നടന്നു നീങ്ങി. കുറച്ച് നാളുകൾ കടന്നുപോയി. ഒരു ദിവസം ഏന മാൻസിക്കിനടുക്കൽ ചോദിച്ചു, അമ്മ എന്താ വിളിക്കാത്തെ? സ്കൂൾ രജിസ്ട്രേഷൻ മുമ്പ് അമ്മ എന്താ പോയത്? മാൻസിക്ക് പറഞ്ഞു, അമ്മ ജോലിക്ക് വിയറ്റ്നാമിലേക്ക് പോയതാ. സ്കൂൾ രജിസ്ട്രേഷൻ നടത്താൻ കഴിയാത്തതിന് മാൻസിക്ക് മകളോട് മാപ്പ് ചോദിച്ചു. ഇതേ സമയം മറ്റൊരിടത്ത് മിഹിയാകട്ടെ ഒരു ഫാർമസിയിലേക്ക് ചെല്ലുകയായിരുന്നു. ഉറങ്ങാനുള്ള ഒരു ഗുളിക അവൾ ചോദിച്ചു. അവൾ സമാധാനമായി ഉറങ്ങിയിരുന്നത് മാൻസിക്കിന്റെ വീട്ടിൽ ഉണ്ടായിരുന്നപ്പോൾ മാത്രമാണ്. ഇപ്പോൾ അവൾക്ക് ഉറക്കമില്ല. പെട്ടെന്നാണ് അവിടെ ഇരുന്ന ഫാർമസിയിലെ ജീവനക്കാരിയുടെ മകൾ കരയാൻ തുടങ്ങിയത്. മുമ്പ് ഒരു അമ്മ പക്ഷിയുടെ കഥ സുഖമില്ലാതെ കിടന്ന സമയത്ത് ഏനമേഹിക്ക് വായിച്ചു കേൾപ്പിച്ചല്ലോ. അതേ കഥ വായിച്ചതിന് ശേഷമായിരുന്നു ആ കുട്ടിക്കാരനത്. അമ്മ പക്ഷി മരിച്ചുപോയി എന്നവൾ പറഞ്ഞു. അത് കണ്ടതും മീഹി പറഞ്ഞു, ഏയ് വിഷമിക്കണ്ട, തുടർന്ന് വായിക്ക്. അമ്മ പക്ഷിയും കുട്ടികളും സന്തോഷത്തോടെ ജീവിക്കുക ചെയ്യുന്നത്. ഉടനെ ആ കുട്ടി പറഞ്ഞു, അങ്ങനല്ല, കുട്ടികൾ മാത്രമേ സന്തോഷത്തോടെ ജീവിക്കുന്നുള്ളൂ. അമ്മ പക്ഷി മരിച്ചുപോയി. അപ്പോഴാണ് അന്ന് തന്നെ സന്തോഷിപ്പിക്കാനും സമാധാനിപ്പിക്കാനുമാണ് ഏന തന്നോട് കഥ തിരുത്തി പറഞ്ഞത് എന്നവൾ തിരിച്ചറിയുന്നത്. ഏനയ്ക്കടുത്തേക്ക് പോകണം എന്നവൾക്ക് ആ നിമിഷം തോന്നി. ഇതേസമയം മറുവശത്ത് ഏനയെ മാൻസിക് ഉറക്കാൻ കിടത്തുകയായിരുന്നു. കയ്യും മുഖവും കഴുകി വരാൻ ഏനയെ അവൻ പറഞ്ഞുവിട്ട ശേഷം അവിടെ ഉണ്ടായിരുന്ന ബുക്ക് എടുത്തപ്പോ അതിനുള്ളിൽ നിന്നും മാൻസിക് മാറ്റിവെച്ചിരുന്ന മാൻസിക്കും മിഹിയും ഒന്നിച്ചുള്ള വിവാഹ രജിസ്ട്രേഷൻ ഫോം അവന് ലഭിച്ചു. അയാൾ അതൊന്ന് തുറന്നു നോക്കി. പെട്ടെന്ന് തന്റെ കണ്ണുകൾ കണ്ട കാഴ്ച മാൻസിക്കിന് വിശ്വസിക്കാൻ സാധിച്ചില്ല. അതിൽ ചില തിരുത്തലുകൾ. മിഹി ആദ്യം അവളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റിച്ചായിരുന്നു എഴുതിയിരുന്നത്. അതെല്ലാം മിഹി തന്നെ തിരുത്തിയിട്ടുണ്ട്. മിഹിക്ക് ശരിക്കും 27 വയസ്സല്ല, 32 വയസ്സാണ് പ്രായം. അത് കണ്ടതും മാൻസിക്കിന്റെ കണ്ണുകൾ നിറഞ്ഞു. അതിന്റെ അർത്ഥമെന്തെന്ന് അയാൾക്ക് വ്യക്തമായിരുന്നു. പിരിയുന്നതിന് മുമ്പ് താനുമായി ഒന്നിച്ചു ജീവിക്കാൻ മിഹി ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ടാണ് തെറ്റായ രജിസ്ട്രേഷൻ വേണ്ടെന്ന് ചിന്തിച്ചവൾ അത് തിരുത്തി അവളുടെ യഥാർത്ഥ ഡേറ്റ് ഓഫ് ബർത്തും മറ്റും ആ പേപ്പറിൽ വെച്ചത്. മാൻസിക്കിന് അത് വലിയ പ്രതീക്ഷ തന്നെ നൽകി. മാൻസിക്ക് പിന്നാലെ വേണ്ട കാര്യങ്ങൾ ചെയ്തു. വിവാഹ രജിസ്ട്രേഷന്റെ കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോയി. ഒക്കെ ഓക്കെയാക്കി. മകളുടെ അഡ്മിഷന്റെ കാര്യങ്ങളും പൂർണ്ണമായി തയ്യാറായി. പിന്നാലെ മാൻസിക്ക് തീരുമാനിച്ചു മിഹിയെ വീട്ടിലേക്ക് തിരികെ വിളിച്ചുകൊണ്ടുവരണം. തന്റെ സ്കൂട്ടർ അണിയിച്ചൊരുക്കി ഏനയുമായി മിഹിയെ കൂട്ടുവാൻ വേണ്ടി മാൻസിക്ക് പുറപ്പെട്ടു. മിഹി ഇപ്പോൾ ഔദ്യോഗികമായി മാൻസിക്കിന്റെ ഭാര്യയായി കഴിഞ്ഞുവല്ലോ. പേപ്പറുകൾ വെച്ച് മാൻസിക്ക് അത് രജിസ്റ്റർ ചെയ്തിരുന്നു. മിഹിയും മാൻസിക്കിന്റെ ഒപ്പം ആ വീട്ടിലേക്ക് തിരികെ എത്തുമായിരിക്കും. അവർ സന്തോഷത്തോടെ ജീവിക്കുമായിരിക്കും. സൂചനകൾ ബാക്കി വെച്ച് ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഈ ഒരു ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.